ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേൽ നിവാസികൾ എല്ലാ സൈനിക താവളങ്ങളിൽ നിന്നും സുരക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഉടൻ തന്നെ മാറി നിൽക്കാനും മുഴുവൻ ആളുകളും ഇസ്രായേൽ വിട്ടുപോകാനും ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അടുത്ത ആക്രമണങ്ങൾ കൂടുതൽ ശക്തവും കൂടുതൽ വ്യാപകവുമായിരിക്കും. ഇത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതല്ലെങ്കിൽ IRGCയുടെ ഔദ്യോഗിക പ്രസ്താവനയാണ്. ഇറാന്റെ സൈന്യത്തെയാണ് IRGC എന്ന് വിളിക്കുന്നത്. എങ്ങനെയുണ്ട് അവരുടെ ഈ ഭീഷണി? ഈ നിർദ്ദേശം ഇതിനു മുമ്പ് നമ്മൾ കേട്ടത് ഇസ്രായേൽ ഗസയിലെ ജനങ്ങളോട് പറയുന്നതാണ്. ഇതിപ്പോൾ കാലം കവച്ച് നടക്കുന്നതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. പണ്ട് ഗസ ആയാലുള്ള ജനങ്ങളോട്, നിരായുധരായ പാവപ്പെട്ട കുട്ടികളോടും സ്ത്രീകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുമ്പോൾ ഇസ്രായേൽ അത് കണ്ട് ആഹ്ലാദിക്കുകയായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിന് മേൽ അതേ ദുരന്തം വന്നു ചേർന്നിരിക്കുകയാണ്. ഇറാന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും എങ്ങോട്ടാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അമേരിക്കയും ട്രംപും നേരിടുന്നത് യുദ്ധത്തെക്കാൾ മാനസിക ബുദ്ധിമുട്ടും അപമാനവുമാണ്. അറബ് രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാമെന്നേറ്റ് അവരിൽ നിന്നും വാങ്ങുന്ന വലിയ തുകയ്ക്കുള്ള ജോലി ചെയ്യാനുള്ള കെൽപ്പ് അമേരിക്കയ്ക്കുണ്ടോ എന്ന ചോദ്യമാണ് മിഡിൽ ഈസ്റ്റിലെ യുദ്ധകാര്യ വിദഗ്ധർ ഉയർത്തുന്നത് എന്നോർക്കണം. യുദ്ധം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ നിലനിൽപ്പിനെയും മേധാവിത്വത്തെ തന്നെ അവതാളത്തിലാക്കിയതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അറബ് രാജ്യങ്ങളുടെ മുന്നിൽ കിടന്ന് നാണം കെട്ട് ഇറാന്റെ തല്ല് വാങ്ങുന്ന ഈ അമേരിക്കയെ വിശ്വസിച്ച് പണമിറക്കിയ അറബികൾ ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറബ് സോഷ്യൽ മീഡിയകൾ പരിഹസിക്കുന്നത്. ഇന്നലെ മാത്രം 6 US സൈനികർ മരിക്കുകയും 18 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് അമേരിക്കൻ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ ടിം ഹോക്കിൻസിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിലും എത്രയോ അധികം സൈനികർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അറബ് പത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അറബ് മണ്ണിൽ വെച്ച് തന്നെ ഇറാൻ നശിപ്പിക്കുന്ന കാഴ്ച ഇപ്പോൾ ഒരു സ്ഥിരമായിരിക്കുകയാണ്. കേവലം 3 ദിവസം കഴിഞ്ഞതേയുള്ള യുദ്ധം ആരംഭിച്ചിട്ട് അതിനപ്പുറം തന്നെ അമേരിക്കയ്ക്ക് വൻ നഷ്ടമാണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ 3 അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ഇറാൻ നിഷ്പ്രയാസം മണ്ണിൽ വീഴ്ത്തുന്നതിന് ലോകം മുഴുവൻ സാക്ഷിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളിലും ഇസ്രായേലിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ നാശം വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പിനോ വെടിനിർത്തലിനോ ഇറാൻ തയ്യാറാകുന്നതുവരെ യുദ്ധം നീളുമെന്നാണ് ട്രംപ് തന്നെ പറയുന്നത്. കാരണം യുദ്ധം ഇപ്പോൾ ഇറാന്റെ കയ്യിലാണ്. ഇറാൻ യുദ്ധം തൂക്കി എന്ന് നമ്മൾ ഈ പുതിയ ജനറേഷനിലെ കുട്ടികളുടെ ഭാഷയിൽ പറയാം. അതുകൊണ്ട് തന്നെ ട്രംപിന് യുദ്ധത്തിന്റെ പരിസമാപ്തിയെക്കുറിച്ച് ഒരിക്കലും ഒരു തീരുമാനം പറയാൻ കഴിയില്ല. ഇറാന്റെ കൈവശം ഏകദേശം 8000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് IDF കണക്കുകൂട്ടുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇറാൻ ഭരണകൂടം ഇത്തരം മിസൈലുകൾ കൈവശം വയ്ക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായതിനാലാണ്. അതിന്റെ നിർമ്മാണം നിർത്തിവെക്കണം, ഇല്ലെങ്കിൽ ആക്രമിക്കും എന്ന് നെതന്യാഹുവും ട്രംപും നിരന്തരം ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ പ്രതിമാസം ഡസൻ കണക്കിന് മിസൈലുകൾ ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ഉൽപാദന നിരക്ക് അതിവേഗം കുതിച്ചുയരുന്നതായിട്ടുമാണ് ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF പറയുന്നത്. ഇറാന്റെ ഭയാനകമായ ഭരണകൂടം അമേരിക്കയ്ക്ക് ഗുരുതരമായ ഭീഷണികൾ ഉയർത്തുന്നതായി ട്രംപ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭീഷണി ഇല്ലാതാകുന്നതിനായാണ് അമേരിക്കൻ സൈന്യം ഇറാനിൽ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് ട്രംപ് പറയുന്നു. തന്നെയുമല്ല, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതിവേഗത്തിൽ വളർന്നു വരുന്നത് കൊണ്ട് ഇത് അമേരിക്കയ്ക്കും മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ സേനയ്ക്കും സൈനിക കേന്ദ്രങ്ങൾക്കും ഗുരുതരമായ ഭീഷണിയുമാണ് ഉയർത്തുന്നത്. ഇറാൻ ഇതിനകം തന്നെ യൂറോപ്പിനെയും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, അമേരിക്കയിൽ എത്താൻ കഴിവുള്ള മിസൈലുകൾ താമസിയാതെ അവർ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലുമാണ്. അതിനർത്ഥം അമേരിക്കയും ഇറാന്റെ ഭീഷണിയിലാണ് എന്നാണ് ട്രംപ് പത്രസമ്മേളനത്തിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിക്കുന്നത്. ട്രംപിന്റെ ഈ വാക്കുകൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അമേരിക്കൻ നിസ്സഹായതയെ ചൂണ്ടിക്കാണിക്കപ്പെടുക മാത്രമല്ല, ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് വിമർശകർ ട്രംപിനെ പരിഹസിക്കുന്നത്. ട്രംപ് പോലും അറിയാതെ ഇറാൻ ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയായി ഇപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 2 ശക്തികളാണ് അമേരിക്കയും ഇസ്രായേലും. അമേരിക്കയും ഇസ്രായേലും അടികൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കിടന്ന് ഓടുമ്പോൾ അവരെ അടിക്കുന്ന ആൾ തന്നെയാണല്ലോ അതിനേക്കാൾ വലിയ ശക്തൻ. അതാണ് ഇവിടുത്തെ ന്യായം. അതുകൊണ്ട് ഇറാൻ തന്നെയാണ് ഇപ്പോൾ കാഴ്ചയിൽ ലോകത്തിലെ ഏറ്റവും വൻ ശക്തി എന്ന് വേണം പറയാൻ. അതേസമയം ഇറാന്റെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയും അത് ബങ്കറുകൾ തകർക്കുകയും ചെയ്യുന്നതിനാൽ ആളുകൾ ബോംബ് ഷെൽട്ടർ ഉപേക്ഷിക്കണമെന്നാണ് ഇസ്രായേലിന്റെ IDF ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നത്. യൂതന്മാർക്ക് ബങ്കറിൽ പോലും ഒളിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബങ്കറെല്ലാം
ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബങ്കറിനുള്ളിൽ കിടന്ന് എലികളെ പോലെ ചത്തൊടുങ്ങുകയാണ്. തന്നെയുമല്ല, യുദ്ധം കൈവിട്ട് പോയതുകൊണ്ടാവാം ഇസ്രയേലിലും മിഡിൽ ഈസ്റ്റിലുമുള്ള മുഴുവൻ അമേരിക്കക്കാരും എത്രയും വേഗം രാജ്യം വിടാനാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയുടെ നിർദ്ദേശം. അമേരിക്ക ഇങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ ഇവർ യുദ്ധം ചെയ്യുന്നവരാണെന്ന് ഓർക്കണം. ഇവർക്കൊരിക്കലും യുദ്ധത്തിൽ മേൽക്കോയ്മ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ മീഡിയകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും, ഇറാൻ അടിച്ച് നിരപ്പാക്കി ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകളിൽ 99% അടിച്ച് കളഞ്ഞവർ അവരുടെ ഈ അയൺ ഡോമൊക്കെ വെച്ചിട്ട് അടിച്ചു കളഞ്ഞു. ബാക്കി 1-2 മിസൈലാണ് ഇസ്രയേലിൽ വീഴുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ വീഡിയോകൾ കാണുക. ഇസ്രയേൽ നിന്ന് കത്തുകയാണ്, ഒരിടത്തും ഒരു ഇടതടവില്ലാതെ കത്തുകയാണ്. നമ്മുടെ ഈ ഇറാനോട് കലിപ്പുള്ളത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. തന്നെയുമല്ല, ഇറാൻ ഭരണകൂടത്തോട് ഇറാനിൽ തന്നെ കുർദുകൾക്ക് ഭയങ്കര കലിപ്പാണ്. അവർ നെഗറ്റീവ് പറയും. ഇത്രയും കൊല്ലമായി ഉപരോധത്തിൽ കിടക്കുന്ന ഒരു രാജ്യം അവരുടെ മുഴുവൻ ശക്തിയും ആവാഹിച്ചുകൊണ്ട് ഇപ്പോൾ അവരെ ഉപരോധത്തിലാക്കിയ അമേരിക്കയും ഇസ്രയേലിനെയും ഒരുമിച്ച് കൈ കിട്ടിയപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനകത്തുള്ള തിയറി, വേറൊന്നുമില്ല. അവരുടെ ആ ദേഷ്യം മുഴുവൻ തീർക്കുകയാണ്. തന്നെയുമല്ല, അവരുടെ സൈനിക മേധാവികളെയും അവരുടെ പരമോന്നത നേതാവിനെയൊക്കെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കലിപ്പും എല്ലാം കൂടെ കൂട്ടി മാക്സിമം അവരടിക്കുക എന്നുള്ളത്, അവന് യാതൊരുവിധ കോംപ്രമൈസിനും ഇല്ല. ഇനി ഉമ്മാരെ കൊണ്ട് ഇവിടെ ശല്യം ഉണ്ടാവരുത്. അതാണ് ഇറാൻ്റെ പ്രധാന ലക്ഷ്യം. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങളെ മുഴുവൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ അറാംകോയിൽ അനേകം അമേരിക്കക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ദമാമിൻ്റെ വടക്ക് ഭാഗത്ത് ഉപദ്വീപ് പോലെയുള്ള ഒരു ഭാഗമായ റാസ്തനൂറ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അവിടെയുള്ള റിഫൈനറി ഇപ്പം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയാണ് എന്നോർക്കണം. അമേരിക്കയുടെ കൊടി എവിടെ ഉണ്ടോ അവിടെ മുഴുവൻ കയറി ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മിഡിൽ ഈസ്റ്റ് ഇസ്രയേലിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പേര് പറഞ്ഞടിക്കില്ല. അമേരിക്ക കൈക്ക് കിട്ടിയപ്പം മാക്സിമം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, റിയാദിലെ വിദേശ എംബസികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തും ഇറാൻ ഇന്നലെ അതിഭീകരമായ ആക്രമണമാണ് നടത്തിയത്. ഇങ്ങനെ ആക്രമണം നടത്തുന്നതിലൂടെ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റിയാദിലെ അമേരിക്കൻ എംബസി പൂർണ്ണമായും ഇന്നലെ കത്തിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പോയി വരുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. പറ്റുന്നൊക്കെ ഞാനിവിടെ ഇടാം. അശാന്തവും ഇരുണ്ടതുമായ ഒരു ഭാവി അറബ് രാജ്യങ്ങൾക്ക് മേൽ ഇപ്പോൾ വലവിരിച്ച് നിൽക്കുകയാണ്. ഇത് മധ്യേഷ്യയിലെ രാജാക്കന്മാർ അമേരിക്കൻ ബാന്ധവത്തിലൂടെ നേടിയ ദുര്യോഗമാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനായി മാത്രം അറബ് രാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്ന അമേരിക്ക ഇറാനോട് അനാവശ്യ പിടിവാശി കാണിച്ച് സംഘർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ നഷ്ടം മുഴുവൻ സഹിക്കേണ്ടി വരുന്നത് ഇതേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് എന്നോർക്കേണ്ടതുണ്ട്. അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ച മുഴുവൻ നഷ്ടവും ഇതേ രാജ്യങ്ങളിൽ നിന്നും യുദ്ധശേഷം അവർ ഈടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ നഷ്ടം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് ഇറാനോടല്ല, റഷ്യയുടെയും ചൈനയുടെയും ഷാഡോയിഡാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചൈനീസ് റഡാറുകളും ചാര ഉപഗ്രഹങ്ങളുമാണ് ഇറാന്റെ മിസൈലുകളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതും വൻ നാശം വിതയ്ക്കാൻ സഹായിക്കുന്നതും എന്നറിയുക. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഒരു വിജയം നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ ശതമാനക്കണക്ക് വളരെ താഴെയാണ് എന്നറിയണം. ഇപ്പോൾ ഏത് നിമിഷവും യുദ്ധം നിർത്താൻ തയ്യാറാണെന്നാണ് ട്രംപ് പറയുന്നത്. അതിനുവേണ്ടി ഇറാന്റെ നേതൃത്വത്തെ കാണുമെന്നൊക്കെ ട്രംപ് പലതവണ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇറാൻ അതിന് അവസരമൊരുക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ച് യുദ്ധവിജയം അതല്ലെങ്കിൽ ഒരു യുദ്ധ മേൽക്കോയ്മ, അത് ഇറാന്റെ നിലനിൽപ്പിലുപരി മിഡിൽ ഈസ്റ്റിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുക കൂടി ചെയ്യുന്ന ലാഭകരമായ ഒരു ബിസിനസ്സാക്കി മാറ്റാനും കൂടിയുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ അവസരം കൃത്യമായി തന്നെ ഇറാൻ ഉപയോഗിക്കുന്നു എന്നാണ് നിരന്തരമായി ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിച്ചുകൊണ്ട് അവർ മുന്നേറുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.